ഒരാൾ കൂടി കള്ളനായി. തോമസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ പി.എ. തോമസ് നിർമ്മിച്ച ചിത്രമാണ് ഒരാൾ കൂടി കള്ളനായി. തോമസിൻ്റെ ആദ്യ നിർമ്മാണമായിരുന്നു ഇത്. ഇതിൻ്റെ സംവിധാനവും പി.എ. തോമസ് നിർവഹിച്ചു. സംവിധാന സഹായി ശശികുമാർ ആയിരുന്നു. 1964 മെയ് 7 പ്രദർശനം തുടങ്ങിയ ഈ ചിത്രത്തിൻ്റെ രചന എസ്.എൽ. പുരം സദാനന്ദൻ, തിരക്കഥ ശശികുമാർ, സംഭാഷണം എസ്.എൽ. പുരം, ഗാനരചന അഭയദേവ്, ശ്രീമൂലനഗരം വിജയൻ, ജി ശങ്കരക്കുറുപ്പ്, സംഗീതം ജോബ്, പാടിയവർ യേശുദാസ്, പി ലീല, സി.ഒ. ആൻഡോ, ജയലക്ഷ്മി, ക്യാമറ പി.ബി. മാണിക്കം, അഭിനയിച്ചവർ പ്രേം നസീർ, ഷീല, അംബിക, അടൂർ ഭാസി, പ്രതാപചന്ദ്രൻ, എസ്.പി. പിള്ള, ടി.എസ്. മുത്തയ്യ, പങ്കജവല്ലി, ആലപ്പി വിൻസെൻ്റ്, മുരളി, പി.ജെ. ആൻ്റണി, ദേവകി, വി.എസ്. ആചാരി, പി.എ. തോമസ്, ജെമിനി ചന്ദ്ര, ജെ. ശശികുമാർ, ജീവപ്രകാശ്, കെ. മാണിക്യം, പാപ്പുക്കുട്ടി ഭാഗവതർ, രവി, പഞ്ചാബി, ജെ.എ.ആർ. ആനന്ദ്, കിപ്സൺ, അരവിന്ദൻ, കെ.എസ്. പാർവതി, മാസ്റ്റർ ജിതേന്ദ്രൻ, ഗോവിന്ദ് പാലിയാട്ട്. ഈ ചിത്രത്തിന് ചില പ്രത്യേകതകൾ പറയാനുണ്ട്. പി.എ. തോമസ് സംവിധായക നിർമ്മാതാവായ ആദ്യ ചിത്രമാണിത്. എസ്.എൽ. പുരത്തിൻ്റെ നാടകത്തിൻ്റെ സിനിമാവിഷ്കാരമായിരുന്നു ഈ ചിത്രം. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു സിനിമയായിരുന്നു ഇത്. ജോബ് ഒരു ചിത്രത്തിലെ എല്ലാ പാട്ടുകൾക്കും സംഗീതം ചെയ്ത ചിത്രം. ഇവയൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇതിലെ കഥ: ഗോവിന്ദന് മക്കളെ പഠിപ്പിക്കാൻ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അയാൾ ഈ ആവശ്യത്തിനായി തൻ്റെ വീടും പറമ്പും പണയപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ മണക്കുക്കമ്മത്തിന് ഗോവിന്ദൻ തൻ്റെ വീടും പറമ്പും പണയപ്പെടുത്തി. ഗോവിന്ദൻ്റെ മൂത്ത മകളാണ് ദേവകി. അവൾക്ക് സ്കൂൾ ടീച്ചറായി ജോലിയുണ്ട്. അവളെ പ്രണയിക്കുന്നത് സഹ അധ്യാപകനായ ശേഖരൻ മാസ്റ്ററാണ്. എന്നാൽ വിവാഹത്തിന് കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് നിലപാട്. കാരണം ദേവകിയുടെ അനുജന് ജോലി കിട്ടിയ ശേഷം മാത്രമേ വിവാഹം കഴിക്കാനാകൂ. അനുജൻ്റെ പേര് പ്രഭാകരൻ. ഇളയ ഒരു പെൺകുട്ടി കൂടിയുണ്ട്, ശാരദ. അവളുടെ പഠനത്തിനും സാമ്പത്തികമില്ല. അതിൻ്റെ വലിയ വിഷമത്തിലാണ്, പരിങ്ങലിലാണ്. ഈ വിഷമം മനസ്സിലാക്കി ചായക്കട നടത്തുന്ന ബീരാൻ സഹായിക്കാൻ തയ്യാറാകുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബീരാൻ്റെ മകൾ ആയിഷ പ്രഭാകരനുമായി പ്രണയത്തിലാണ്. ആളുകളുടെ ഏഷണി മണക്കുക്കമ്മത്തിനെ സ്വാധീനിച്ചു. അയാളാണെങ്കിൽ എങ്ങനെയും പണമുണ്ടാക്കാൻ നാട്ടുകാരെ പറ്റിച്ചു നടക്കുന്ന ആളുമാണ്. ഏഷണി കാരണം മണക്കുക്കമ്മത്ത് തനിക്ക് കിട്ടാനുള്ള പണത്തിനായി കേസ് കൊടുത്തു. വിധി അയാൾക്ക് അനുകൂലമായി. വീടും പുരയിടവും ജപ്തി ചെയ്യാനാണ് വിധി. സംഖ്യ അടച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഗോവിന്ദൻ ആകെ വിഷമത്തിലായി. ഈ സമയം സഹായഹസ്തവുമായി ബീരാനെത്തി. അയാൾ മകളുടെ വിവാഹത്തിനായി കുറച്ച് പണം സ്വരുക്കൂട്ടി വച്ചിരുന്നു. അതെടുത്ത് അയാൾ ഗോവിന്ദന് കടം വീട്ടാനായി നൽകി. എന്നാൽ അപ്പോഴേക്കും പ്രഭാകരൻ പണവുമായി എത്തിയിരുന്നു. അത് അയാൾ ഒരു ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതാണ്. ദേവകി ഇതിനിടെ ക്ഷയരോഗബാധിതയായി കഴിഞ്ഞിരുന്നു. ആ രോഗം അവരെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാങ്ക് മോഷണം പ്രശ്നമായി പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യാനെത്തി. ദേവകിയുടെ ശവസംസ്കാരത്തിന് വേണ്ടത് ഏർപ്പാടാക്കാൻ ശേഖരൻ മാസ്റ്റർ എത്തി. ആ ശേഖരൻ മാസ്റ്ററുടെ കയ്യിൽ ശാരദയെ പ്രഭാകരൻ ഏൽപ്പിച്ചു.